എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഒരുപാട് നാളായി ഈ ഡ്രാഗൺ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നത്. ആ പോസ്റ്റർ എന്ന് ഇറങ്ങിയോ അന്ന് മുതല് അതാരാണെന്നുള്ള ആ ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ കുറെ ഡീകോഡിങ്, കുറെ റൂമേഴ്സ്, ഇന്നവരാണ് ഇന്ന ആളാണെന്നുള്ള ആ ഒരു ഡിസ്കഷനൊക്കെ അന്ന് മുതൽ തുടങ്ങിയതാണ്. എന്നാൽ ഇതുവരെ ഇന്ന് രാവിലെ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് 2 days to go എന്ന് പറഞ്ഞിട്ട് എമ്പുരാന്റെ ഒരു പോസ്റ്റ്. ആ ക്യാരക്ടർ മാത്രം തിരിഞ്ഞു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ അറ്റ്ലീസ്റ്റ് സത്യം പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസമെങ്കിലും അങ്ങേരുടെ ഫേസ് കാണിക്കുമെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആകെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫുൾ സൈസ് എടുത്തിട്ട് തിരിച്ചു നിർത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ്. ആ ക്യാരക്ടർ ഈ സിനിമയിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ആളാന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. വെരി ഇമ്പോർട്ടന്റ് റോളാന്നുള്ളത് മുന്നേ ആ പോസ്റ്റർ ഇറങ്ങിയ മുതലുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ നമ്മൾ മലയാളികൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്താണ് കുറെ. അതായത് എന്തായാലും അത് ഫഹദ് ഫാസിൽ അല്ല, ഡോൺലി അല്ല, അത് റിക്യൂൺ ആണ്, അല്ലെങ്കിൽ വേറെ ഇന്റർനാഷണൽ ആക്ടർ ആണെന്ന് നമ്മൾ മലയാളികൾക്കിടയിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ധാരണ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും പലരും പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു നമുക്ക് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഫഹദ് ഫാസിലാന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമഡിയാണ്. ഞാൻ എന്റെ ട്രെയിലർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ആ ഒരു ബാക്ക് സൈഡ് കണ്ടപ്പോൾ ഫഹദ് ആണെന്ന് തോന്നിയിരുന്നതാണ്. ഞാൻ അത് എന്റെ അടുത്ത വീട്ടിൽ പറയുകയും ചെയ്തു. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു സത്യം പറഞ്ഞാല്. കാരണം അപ്പം പോലും ഞാൻ അത് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ വെള്ള ഷർട്ട് ഇട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആൾ എന്തായാലും ഫഹദ് അല്ല, ഒരു ഇന്റർനാഷണൽ ആക്ടർ ആണ്. പക്ഷേ അങ്ങേരുടെ ആ സംഘത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങേരുടെ ആ നെക്സസിൽ വരുന്ന ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, ഇന്ത്യയില്, കാരണം അത് വൈറ്റ് ഡ്രസ്സിലും ഇപ്പൊ കാണുന്നതൊക്കെ ബ്ലാക്ക് ഡ്രസ്സിലുമാണ്. സോ മേ ബി അങ്ങനെയാണെങ്കിൽ അതായത് ഫസ്റ്റ് നമ്മളെ മുമ്പിലേക്ക് വന്ന പോസ്റ്ററിലുള്ള ആള് ഇവരുടെ ലീഡർ ആയിട്ട് നിൽക്കുന്ന വേറൊരാളും നമ്മൾ ഇന്ത്യയിൽ അവർക്കൊരു പ്രതിനിധി ഉണ്ടെങ്കിൽ അത് മേ ബി ഒരു ഇന്ത്യൻ ആക്ടർ ആവാം, മേ ബി ഫഹദ് ആവാം, ആരായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ലോജിക് ഉണ്ട്. ഈ ആക്ടറെ കാണുമ്പോൾ ഇങ്ങനെ ഫഹദ് ആണെന്ന് നമ്മൾ പൃഥ്വിരാജിനോടും മോഹൻലാലിനോടും ചോദിച്ചാൽ അത് അവർക്കുള്ള നാണക്കേടാണ്. കാരണം തെലുങ്ക് ഇന്റർവ്യൂലാണ് തോന്നുന്നത്. അത് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് കറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഹദ് ആണെങ്കിൽ ഞാൻ എന്തിനാണ് അങ്ങോട്ട് തിരിച്ചു നിർത്തുന്നത്, ഫഹദ് ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിക്കൂടെ? അതതിന്റെ കറക്റ്റ് ആൻസറാ. എന്താന്ന് വെച്ചാല്, കാരണം മോഹൻലാലിനെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ, എൽ ബ്രാൻഡ്, മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയിൽ ഖുറേഷി എബ്രഹാമായിട്ട് ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയിൽ എന്തിനു ഫഹദിനെ അങ്ങോട്ട് തിരിച്ചെത്തണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫഹദിനോ ഏത് ആക്ടർക്കാണ് അതിനും വലിയ ഒരു പ്രാധാന്യം, ഒരു മൂല്യവും ഉള്ളത്? അപ്പം ഫഹദാണോ അത് എന്ന് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജിനും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഖുറേഷി എബ്രാമിന്റെ വില്ലനാണ്. ഖുറേഷി എബ്രാം നമുക്കറിയാം, അദ്ദേഹം ഒരു മെഗാ സിൻഡിക്കേറ്റ് ആണ്, ഇൻഫേമസ് നെക്സസ് ആണ്. ഇൻ സെൻസ്, അതായത് നമ്മൾ ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ അത് ഇൻഫേമസ് അല്ല. നമ്മൾക്ക് എന്നാൽ ഒരു സംശയം, ഇന്ന ആൾക്കാർ, പല ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഇലുമിനാറ്റി എന്ന കോൺസ്പിറസി അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുമില്ല, പക്ഷെ നമ്മൾ അതിനെ പറ്റി സംസാരിക്കുന്നു. അതേപോലെ ഈ ആള് മേ ബി മുഖമൊന്നും ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട്, പക്ഷെ ആർക്കും ഒന്നും അറിയില്ല. അതാണ് ഇൻഫേമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഖുറേഷി എബ്രാമിന് വില്ലനാണ് ഇദ്ദേഹം എന്ന് ഞാൻ ഉറപ്പിക്കാൻ കാരണം, ഖുറേഷി എബ്രാം ചെയ്യുന്ന ബിസിനസ് ഗോൾഡൻ ഡയമണ്ട് ആണ്. നമ്മളെ ഗോവർദ്ധൻ പറയുന്ന പോലെ വേൾഡിലെ ഗോൾഡൻ ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്നവരാണ്. അപ്പോഴും നമ്മൾ പറയല്ലേ, നല്ലവനായ കള്ളൻ എന്നൊക്കെ പറയുന്ന പോലെ ടെററിസ്റ്റ് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു മെഗാ സിൻഡിക്കേറ്റ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് നാർക്കോട്ടിക് ഇസ് എ ഡേറ്റി ബിസിനസ് ആണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് ഗോൾഡൻ ഡയമണ്ട് ആണ്. നമ്മൾ ട്രെയിലറിലും പറയുന്നുണ്ട് ഖുറേഷി എബ്രാമിന് എതിരാണ് ജിഹാദീസും ഡ്രഗ്സും എന്ന്. അപ്പം ഈ ഡ്രാഗൺ കുഞ്ഞിന്റെ എംബ്ലം വെച്ച് തിരിഞ്ഞു നിൽക്കുന്ന ആള് നമ്മൾ പല ഡീകോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു യാക്കുസ ഗ്രൂപ്പ്, അതായത് ജപ്പാനീസിലൊക്കെ ഉള്ള ചൈന ജപ്പാൻ ബന്ധമുള്ള പണ്ട് കാലത്തുള്ള യാക്കുസ ഗ്രൂപ്പിന്റെ ഒരു എംബ്ലമാണ്. സോ അവര് ഡ്രഗ്സ് ഡീലിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഓഫ് കോഴ്സ് അവര് ഖുറേഷി എബ്രാമിന്റെ എതിരാളികളാണ്, എനിമീസ് ആണ്. അപ്പം അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറെ ഇത്ര സർപ്രൈസിങ് ആയിട്ട്, സസ്പെൻസ് ആയിട്ട് പൃഥ്വിരാജ് ഇപ്പോഴും വെക്കണമെങ്കിൽ ഈ സിനിമത്തെ ഏറ്റവും വലിയ വില്ലൻ അദ്ദേഹമാണ്. ഒരു വില്ലനെ നമുക്കറിയാം, കബൂക്ക ഗ്യാങ്, എറിക് ബണി ചെയ്യുന്ന കബൂക്കയും ഇദ്ദേഹത്തിന്, കാരണം അവരും ഡീൽ ചെയ്യുന്ന ഡ്രഗ്സ് തന്നെയാണ്. ബട്ട് കബൂക്കന്റെ ക്യാരക്ടർ റിവീൽഡ് ആണ്, നമുക്ക് എല്ലാം അറിയാം. ഇപ്പോഴും സർപ്രൈസിങ് ആയിട്ട് വെക്കുന്ന ഈ ഒരാളെയാണ്. ഈ ഒരാളാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ, ഇങ്ങരാണ്. അതുകൊണ്ടാണ് റിക്യൂണിനെ പോലത്തെ ഇന്റർനാഷണൽ ആക്ടർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ ഇത് ഫഹദാണോ എന്ന് ഇനിയും ചോദിച്ചാൽ അത് എമ്പുരാൻ സിനിമയെ കളിയാക്കുന്ന പോലെയല്ലേ? ഉറപ്പായിട്ടാണ്. മോഹൻലാലിനെ പോലത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിൽ എതിരാളിയായി ഫഹദിന് ഇത്ര സസ്പെൻസ്. നമ്മുടെ സിമ്പിൾ ലോജിക്ക്, ലാലേട്ടനെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, മലയാളത്തിൽ ഏറ്റവും വലിയ സ്റ്റാറിന്, ഇന്ത്യയിൽ തന്നെയുള്ള സൂപ്പർ സ്റ്റാർ ഒരാളായ അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ട് ഫഹദ് ഫാസിലിനെ പോലെ നടന്നതിന് ഇത്ര സർപ്രൈസ് ആയിട്ട് നിർത്തേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഫഹദ് ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു നിർത്തൂലെന്ന്.
അത്രേ ഉള്ളൂ. സോ ഇത് ഫഹദ് അല്ല, മലയാളത്തിലൊരു ആക്ടറും അല്ല. പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈൽഡ് ഗസ്സാണ്. നമ്മൾ മുന്നേ കണ്ട വൈറ്റ് ഷർട്ടിൽ നിൽക്കുന്ന ആളാണ് ഇവരുടെയൊക്കെ മെയിൻ ലീഡറും. ഈ ബ്ലാക്ക് ഷർട്ടിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ട്രെയിലറിലൊക്കെ കണ്ട ആള് ഇന്ത്യയിലുള്ള അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ അതിലൊരു ഇന്ത്യൻ ആക്ടർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഇന്ന് കണ്ട ഈ ഫുൾ സൈസ് തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയിൽ എനിക്ക് ആകെ റിസംബ്ലൻസ് തോന്നിയത് അമീർ ഖാൻ ആയിട്ടാണ്. അമീർ ഖാന്റെ ഹൈറ്റും ആ ഒരു ശരീരപ്രതിയൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അത് റിക് യൂൺ ആവാനാണ് ചാൻസ്, ഇന്റർനാഷണൽ ആയിട്ടാണ് ചാൻസ്. ബട്ട് ഇത് രണ്ടും വേറെ വേറെ ആൾക്കാരാണെങ്കിൽ, വൈറ്റ് ഷർട്ട് ഇട്ടാളും ബ്ലാക്ക് ഷർട്ട് ഇട്ടാളും വേറെ വേറെ ആൾക്കാരാണെങ്കിൽ അത് മേ ബി മാക്സിമം അമീർ ഖാൻ ആവാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള അവരുടെ റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ. ഞാനൊരു വൈൽഡ് ഗസ് ഇനി പറയാം. നമ്മള് വൈറ്റ് ഷർട്ട് ഇട്ട് കണ്ട ആള് ഡോൺലിനെ പോലത്തെ വലിയൊരു കൊറിയൻ ആക്ടർ ആണെങ്കിൽ, അതായത് ഈ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് ഷർട്ടും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ, ഈ ബ്ലാക്ക് ഷർട്ടിൽ കാണുന്ന ആള് ഒരു ഇന്ത്യൻ ആക്ടർ ആവാം. പക്ഷെ അത് നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ല, ഈ രണ്ടുപേരും ഒരാളാണെന്ന് തോന്നുന്നു. എനിവേ, ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു റോളുകൾ വരുന്ന ആളാണ് ഈ ഡ്രാഗൺ കുഞ്ഞ്. എന്തായാലും അത് ഇനി ഫഹദ് ഫാസിലാണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അത് ഇമ്പുരാൻ എന്ന സിനിമയെ കളിയാക്കുന്ന പോലെയാണ്. ഇത്ര വലിയൊരു സിനിമ, ഇത്ര വലിയൊരു സ്റ്റാർ നായകനാകുന്ന സിനിമ, ഖുറേഷ് ഇബ്രാഹിമായിട്ട് അഭിനയിക്കുന്ന സിനിമ, മിനിമം അദ്ദേഹത്തിന് മുട്ടി നിൽക്കാൻ ഒരു ഇന്റർനാഷണൽ ആക്ടർ വേണം. പലരും ചോദിക്കുന്നുണ്ട്, എന്നോട് കമന്റിലൊക്കെ ചോദിക്കും, ലാലേട്ടനുള്ള സിനിമയില് എന്തിനാണ് വേറൊരു ആക്ടർ ഇങ്ങനെ എത്ര വലിയ സംഭവമാക്കി വെക്കുന്നത്? കാരണം എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമുണ്ട്, വില്ലൻ എത്ര സ്ട്രോങ് ആവുന്നു അതിന് മുകളിൽ സ്ട്രോങ് ആണ് നമ്മുടെ നായകൻ. സോ അതുകൊണ്ട് തന്നെ ഖുറേഷ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, നമ്മൾ മലയാള സിനിമയിൽ കാണാത്ത അത്രയും വലിയൊരു സ്റ്റാർ ആണ്, അത്രയും വലിയൊരു നായകനാണ്. സോ അങ്ങേർക്കെതിരെ നിൽക്കണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാർ തന്നെ വേണം. മാത്രമല്ല നമ്മളെ എമ്പുരാന്റെ കഥ പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ്. ഉറപ്പായിടാമെങ്കിൽ 2 ദിവസമുള്ളൂ മേ ബി തിയേറ്ററിൽ നിന്ന് മാത്രമേ നമ്മൾ അങ്ങനെ കാണാൻ പോകുന്നത്. ഞാൻ പറയുന്നു ഇപ്പോഴും റിക് യൂൺ ഇന്റർനാഷണൽ ആക്ടറായ റിക് യൂൺ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.